ഹായ്, ഞാൻ വരുൺ. ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു, അതായത് ഹെയർ ഫില്ല് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു, ഇതെങ്ങനെയാണ്, ഏത് പ്രോഡക്റ്റ് കൊണ്ടായിരുന്നു ഇതൊന്ന് സെറ്റ് ചെയ്യുന്നത്, അതൊന്ന് പറഞ്ഞു തരാമോ. അപ്പോൾ അതിനുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഹെയർ കുറവാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ് ഒരു ഹെയർ കട്ട് ക്രിയേറ്റ് ചെയ്യും അവർക്ക്. അതായത് ഇങ്ങോട്ട് ഓളിയം കുറവാണ്. അപ്പോൾ ഇവിടെ ഓളിയം ഇല്ലാത്ത ആൾക്കാരൊക്കെ, മെയിലിൽ ഓളിയം ഇല്ലാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർ സൈഡിൽ നന്നായിട്ട് ഓളിയം നന്നായിട്ട് വളർത്തും. അപ്പോൾ അത് ബോറാണ്. അതിനെ നന്നായിട്ട് ഷെയ്ഡ് ചെയ്യും അവർക്ക് സൂട്ടായിട്ട്. അതൊരാളുടെ ഫേസ് വെച്ച് സൂട്ട് ചെയ്യും. അവർക്ക് സൂട്ടായിട്ട് ഒരു ഹെയർ കട്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പിന്നെ ആയിരിക്കും ഹെയർ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഹെയർ ഫില്ലിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ ഓളിയം എങ്ങനെ കൂട്ടണമെന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടിങ് നമുക്ക് ഇവിടെ ഹെയർ നമുക്ക് താഴോട്ട് നമുക്ക് കുറയ്ക്കുമ്പോൾ തന്നെ മെയിനിൽ കുറച്ച് ഓളിയം തോന്നും. അപ്പോൾ അത് തന്നെ കുറച്ച് ഓളിയമാണ് ഫസ്റ്റ് ടിപ്പാണ് ഇത്. ഇത് മെയിൻലി നിങ്ങളൊരു മെൻസ് മേക്കോവർ കാണുമ്പോൾ തന്നെ അവർക്ക് ഹെയർ കട്ട് അറിയാമോ, അല്ലെങ്കിൽ അവർക്കൊരു ഐഡിയ ഉണ്ടാകുന്നു. മെയിൻലി എല്ലാവർക്കും ഐഡിയ ഉണ്ടാവും, ഇല്ലെന്നല്ല, പക്ഷെ അവർ പ്രത്യേകിച്ച് ഒരു ഐഡിയ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതാണ്. ആദ്യം ഞാൻ ചെയ്യുന്നത് നന്നായിട്ട് ഇത് വാട്ടർ സ്പ്രേ ആണ്, ഇതായിരിക്കും യൂസ് ചെയ്യുന്നത്. ഒരു 80% ഞാൻ വാട്ടർ സ്പ്രേ ചെയ്യും. ഹെയറിന് വാട്ടർ സ്പ്രേ നന്നായിട്ട് ചെയ്തേക്കും. ദെൻ ഞാൻ യൂസ് ചെയ്യുന്ന, എല്ലാവരും ചോദിച്ചായിരുന്നു ലാസ്റ്റത്തെ വീഡിയോയിൽ, എന്താ നിങ്ങളുടെ കയ്യിൽ വെച്ചിരുന്ന ഫോം എന്ന്. അത് വേറൊന്നുമല്ല, നമ്മുടെ ഷോപ്സ്കോപ്പ് ബ്രാൻഡിലുള്ള മൂസാണ്. ഇതിടുമ്പോൾ കുറച്ച് ഓളിയം ബൂസ്റ്റാകും. അപ്പോൾ ഇതാണ് ആ ഫോം. ഈ ഫോമാണ് ഞാൻ അത് യൂസ് ചെയ്തത്. ഓക്കെ, ഇതാണ് ആദ്യം ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ അതേ ബ്രാൻഡിലുള്ള ഹെയർ പ്രൊട്ടക്റ്റ്, അതായത് ഹീറ്റ് പ്രൊട്ടക്റ്റ് ആണ്. ഇത് വന്നിട്ട് ഹീറ്റ് പ്രൊട്ടക്റ്റ്, ഇതും നന്നായിട്ട് യൂസ് ചെയ്യും. ഇതും നമുക്ക് കസ്റ്റമറിന് ഒന്നാമത് ഹെയർ കുറവാണ്, അപ്പോൾ അവരെ ഹെയർ ഡാമേജ് ആവാണ്ടിരിക്കാൻ നമ്മൾ ഡ്രയർ ചെയ്യും, ഹീറ്റ് കൊടുക്കും. അപ്പോൾ ഈ ഒരു സ്പ്രേയും കൂടെ ഞാൻ യൂസ് ചെയ്യും. ഇത് ഹീറ്റ് പ്രൊട്ടക്റ്റ് ആണ്. ഓക്കെ, ഇത് ആദ്യം മൂസ് യൂസ് ചെയ്യും, ദെൻ ഹെയർ പ്രൊട്ടക്റ്റ് യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന റോൾ കോംബ്. ഇത് നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അത് യൂസ് ചെയ്യാം. പിന്നെ നന്നായിട്ട് ബ്ലോ ഡ്രൈ ചെയ്യും. ഇത് എൻ്റെ ബ്ലോ ഡ്രയറാണ്, ഞാനിത് ജെൻസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വെച്ച് നന്നായിട്ട് 180 ഡിഗ്രിയിൽ നന്നായിട്ട് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് ലോറിയൽ പാരീസ് എന്ന് പറയുന്ന സ്പ്രേ ഉണ്ട്, റൂട്ട് കവറേജ്. ഓക്കെ, ഈ റൂട്ട് കവറേജ് സ്പ്രേ എടുത്ത് നന്നായിട്ട്, ഇത് ഡാർക്ക് ബ്രൗണാണ്. ഇതിൽ വന്നിട്ട് ബ്ലാക്കും അവൈലബിൾ ആണ്, ഡാർക്ക് ബ്രൗണും അവൈലബിൾ ആണ്. ഇത് നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ്. കസ്റ്റമറിന് സ്കാൽപ്പിൽ യൂസ് ചെയ്യാം, സ്കാൽപ്പിൽ ടച്ച് ചെയ്താൽ നോ ഇഷ്യൂ, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് യൂസ് ചെയ്യണം. ഇത് യൂസ് ചെയ്യുമ്പോൾ ഓവറായിട്ടല്ല, ഒരു നാച്ചുറൽ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന ട്രിക്ക് ബേസ് ആണ്. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, ആ ഒരു ട്രിക്ക് ബേസിലായിരിക്കും ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ മൂന്നാമത് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്. ദെൻ അത് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ട് ഷോപ്സ്കോപ്പ് ബ്രാൻഡിൽ തന്നെ നമ്പർ 3 സ്പ്രേ. ഇത് ഫിക്സിങ് സ്പ്രേ ആണ്, ഹെയർ ഫിക്സിങ് സ്പ്രേ ആണ്. ഇത് നമ്പർ 3. ഇത് തന്നെ ലാസ്റ്റ് വരെ ഞാൻ യൂസ് ചെയ്യും. ഇത് യൂസ് ചെയ്ത് കുറച്ച് വോളിയം ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ തിക്ക് ഫൈബറിൻ്റെ ഈ പ്രോഡക്റ്റ് നമ്മൾ ഹെയർ ഫില്ലിങ് പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റ് ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ കുറേ ബ്രാൻഡിൽ വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഇതും ഡാർക്ക് ബ്രൗണും ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണോ അത് വാങ്ങിക്കാം. നാച്ചുറലായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് ബ്രൗൺ ആയിരിക്കും ബെറ്റർ. ഇതിൽ തന്നെ ഈ പമ്പ് വരുന്നതുണ്ട്. അപ്പോൾ ഞാൻ ഈ പമ്പ് യൂസ് ചെയ്യും. ഡയറക്റ്റ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ഫുൾ ഹോളാണ്. ഇത് ഫുള്ളും ഞാൻ റിമൂവ് ചെയ്യത്തില്ല, ഇതിൻ്റെ ഒരു ഹാഫ് ഞാൻ റിമൂവ് ചെയ്തേക്കാം. ദെൻ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയത്തില്ല, തട്ടുമ്പോൾ തന്നെ ഇതിൽ നിന്ന് റിലീസ് ആവും. ഇത് യൂസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വോളിയം ക്രിയേറ്റ് ആയി അവിടെ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്റ്റൈലിങ്, അതായത് ഫേസിന്. നമുക്കിത് വന്നിട്ട് കസ്റ്റമർ പറയുന്നത് പോലെ നമുക്കിത് ക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. കസ്റ്റമറിന് പറയുന്ന രീതിക്ക് ഫേസിന് സൂട്ടായിട്ട് നമുക്ക് ഏതാണ് ബെസ്റ്റ്, ഒരു 3 സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യണം. ഇതിന് മാക്സിമം ഞാൻ പറയുന്നത് എൻ്റെ ഒരു അഡ്വൈസാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം എല്ലാവർക്കും ഒരു ട്രയൽ കൊടുത്ത് കസ്റ്റമറിനെ സാറ്റിസ്ഫൈഡ് ആക്കുക. കസ്റ്റമറിൻ്റെ ഐഡിയ നമുക്ക് മനസ്സിലാവും.
അതായത് ഇപ്പോൾ ഇങ്ങോട്ട് കോമ്പ് ചെയ്യുന്ന ഒരാളിനെ പിടിച്ച് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു കോമ്പ് ഓപ്പോസിറ്റ് സൈഡിലാണ് നിങ്ങൾ കോമ്പ് ചെയ്യുന്നത് വെച്ചാൽ അതിപ്പോൾ ഒരിക്കലും ആ കസ്റ്റമറിന് സൂട്ടാവുകയില്ല. കസ്റ്റമർ സൂട്ടായാലും സാറ്റിസ്ഫൈഡ് എന്നൊരു സംഭവമുണ്ട്, അതൊരിക്കലും സാറ്റിസ്ഫൈഡ് ആവത്തില്ല. കസ്റ്റമറിൻ്റെ ഏറ്റവും വലിയ ബിഗ് ഡേ ആണ്, മീൻസ് അവരെ കല്യാണമൊക്കെ വരുമ്പോൾ. അപ്പോൾ ഒരു പ്രാവശ്യം ട്രയൽ കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് ഏതൊരു നഷ്ടവുമില്ല. നമുക്കിപ്പോൾ ഞാൻ ട്രയൽ എല്ലാവർക്കും കാണിക്കുന്നുണ്ട്. എനിക്ക് ഈ സ്പ്രേയുടെ റേറ്റ് തന്നെ 400 സംതിങ് ആവും. പക്ഷേ എനിക്ക് ഒരാളിന് ഒരു സ്പ്രേ യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ എനിക്ക് ഏതൊരു കുഴപ്പമില്ല. കസ്റ്റമർ എനിക്ക് വർക്ക് തന്നാലും തന്നില്ലെങ്കിലും എനിക്ക് ഏതൊരു പ്രശ്നവുമില്ല. കാരണം എനിക്കറിയാം, എനിക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ 100% കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ചെയ്യും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ട്രയൽ കൊടുത്തേക്ക്. അത് അവർക്കും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മളെ പ്രതീക്ഷിച്ച് വരുന്നതാണ്. അപ്പോൾ ആ രീതിക്ക് നമ്മൾ അതൊന്ന് കെയർ ചെയ്തിരിക്കുക. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ സ്പ്രേ ആയിരിക്കും 3. ഞാൻ പറഞ്ഞതുപോലെ ഇത് സ്ട്രോങ് സ്പ്രേ അല്ല, 3 ലെവലിൽ വരുന്ന സ്പ്രേ ആണ്. ഇതിൻ്റെ 5ഉം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെ അത്രയും ഞാൻ യൂസ് ചെയ്യത്തില്ല. കാരണം ഇത് വന്നിട്ട് ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് നിങ്ങളിത് അടിച്ച് ചെയ്തു, ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് കസ്റ്റമറിന് എങ്ങനെ വേണമെങ്കിലും പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ 5 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കോംബ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല, അതവിടെ ഫിക്സ് ആണ്. സോ ഇത് ഞാൻ ഒരു കാരണവശാൽ യൂസ് ചെയ്യും. ലാസ്റ്റ് കൺഫേം ആയതിനു ശേഷം ഫിക്സായി, ഹെയർ സെറ്റൊക്കെ ഫിക്സായി, കസ്റ്റമർ സാറ്റിസ്ഫൈഡ് വരുമ്പോൾ മാത്രമേ ഈ സ്പ്രേ ഞാൻ എടുക്കാറുള്ളൂ. അതുവരെ ഇതാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, ഇത്രയും പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇതിനും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ചോദിക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കസ്റ്റമറിന് ചെയ്യുന്ന വീഡിയോ തന്നെ, എനിക്ക് ടൈം കിട്ടൂല കേട്ടോ. കസ്റ്റമറിനൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ ഉണ്ട്. എനിക്കറിയാമെന്നുള്ളത്, എനിക്ക് എല്ലാം അറിയാമെന്ന് ചോദിച്ചാൽ ഇതിനേക്കാളും എളുപ്പ ട്രിക്കൊക്കെ കാണും, എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിലാണ്. എനിക്കിതും നിങ്ങളുടെ അടുത്ത് മൊത്തത്തിൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതൊക്കെ, ഇത് നിങ്ങളും ട്രൈ ചെയ്താൽ നിങ്ങൾക്കും സക്സസ് ആവും. പക്ഷേ ഈ ട്രയൽ എന്ന് പറയുന്ന സാധനം നിങ്ങൾ ചെയ്ത് കാണിക്കണം. എൻ്റെ ഒരു ഒപ്പീനിയനാണ് കേട്ടോ. കസ്റ്റമറിന് സാറ്റിസ്ഫൈഡിന് വേണ്ടി കസ്റ്റമർ ഹാപ്പി ആവണം. കസ്റ്റമറിൻ്റെ സ്മൈലാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളെ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എല്ലാവർക്കും കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫൈഡ് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്. അത് മാത്രമാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.